ഊട്ടിയിലെ കേരള തമിഴ്നാട് ബോർഡർ അതിനോട് ചേർന്ന ഒരു ട്രൈബൽ കോളനി, അതാണ് മൂപ്പർക്കാട് എന്ന് പറയുന്ന സ്ഥലം. ഈ മൂപ്പർക്കാടിനോട് ചേർന്ന് 120 ഏക്കറോളം വരുന്ന ഒരു പ്ലാന്റേഷൻ, തേയിലയും സ്പൈസസും എല്ലാം കലർന്ന ഒരു പ്ലാന്റേഷൻ. ഈ പ്ലാന്റേഷൻ്റെ പ്രത്യേകത ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ എന്തായിരിക്കും കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥലം. പെട്ടെന്ന് തന്നെ വെയിൽ, അത് മാറി മഴയാകുന്നു, പെട്ടെന്നത് കോടയായി മാറുന്നു. ഇതെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കണ്ടു തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ അനുഭവത്തിലേക്ക്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്ഥലമാണ് അവലാഞ്ചി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇത്തലാർ എന്ന് പറയുന്ന ഊട്ടിയിലെ സ്ഥലമാണ്. സോ ഇതിൻ്റെ അപ്പുറത്താണ് അവലാഞ്ചി അല്ലെങ്കിൽ എമറാൾഡ് ഒക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ വഴി അങ്ങനെ കണ്ടുകൊണ്ട് കയറി വന്നു ഞാൻ വിചാരിച്ചു, പക്ഷേ ഈ വഴിയല്ല നമ്മൾ വന്നത്, നമ്മൾ അപ്പുറത്തെ വഴിയാണ് വന്നത്. പക്ഷേ നല്ല വ്യൂ ആണ്. നല്ല മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടേ നിൽക്കുക കുറച്ച് നേരമായിട്ട്, അതുകൊണ്ട് ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലാക്കാൻ പറ്റും. ഡ്രോണും കൂടെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നൈസായിരുന്നു. മൂപ്പർക്കാട്ടിലേക്ക് വരുന്ന വഴി അതിഗംഭീരമാണ് കേട്ടോ. പ്രത്യേകിച്ച് കുന്നൂരിൽ നിന്നല്ല, ഞാൻ പുറപ്പെട്ടത് എമറാൾഡ് നിന്നാണ്. എമറാൾഡ് നിന്നും നമ്മൾ മൂപ്പർക്കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഊട്ടിയോ കുന്നൂരോ ടച്ച് ചെയ്യാതെ ചില ഗ്രാമങ്ങൾ വഴിയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എമറാൾഡ് നിന്നും ഇത്തലാറ് കപ്പത്തൊര എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ നിന്നും കുന്നൂര് പോകാതെ മേക്കേരി വഴി നൈഹട്ടി, അരൈഹട്ടി, കോളാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. കുന്നൂരിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും കോളാമ്പി വഴിയായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അങ്ങനെ കോളാമ്പിയിൽ നിന്നാണ് നമ്മൾ മൂപ്പർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. അവിടുത്തെ കൃഷി രീതികളായിക്കോട്ടെ, ഭൂഘടന ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ നമ്മളെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിർത്തിക്കും. മൂപ്പർക്കാട് അധികം ആർക്കും അങ്ങനെ പറഞ്ഞാലൊന്നും അറിയില്ല. മാന്നാർ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ആണ് അതിൻ്റെ ഒരു ഐഡന്റിറ്റി. അങ്ങനെ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലെത്തി. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, എമറാൾഡിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുന്നവരെയും മഴയാണ്. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടേ നിൽക്കുകയാണ്. പക്ഷേ മഴ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് പുറത്ത് ഫുള്ള് മലകളാണ്. അപ്പോൾ ഈ മലകളെല്ലാം ക്ലിയറായി. ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഫുള്ള് ഇരുണ്ട് മൂടി നിൽക്കുകയായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 125ഓളം ഏക്കർ വരുന്ന ഒരു പ്ലാന്റേഷൻ ഫാമാണ്, പ്ലാന്റേഷൻ കോട്ടേജാണ്. അപ്പോൾ ഇവിടെ 7ഓളം റൂമുകളുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ആനിമൽസിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കെയർടേക്കർ നമ്മളോട് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ആനത്താവളം എന്നാണ് പറയുന്നത്. പോരാഞ്ഞിട്ട് ടൈഗർ ആണെങ്കിലും ലെപ്പേർഡ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് കൂടാനാണ് ചാൻസ്. ഇന്ന് നടക്കില്ല, ഇന്നിപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ നാളെ രാവിലെ ഇവരുടെ വകയായിട്ട് നമ്മളെ ഇവരുടെ പ്ലാന്റേഷനെല്ലാം ചുറ്റിക്കാണിച്ച് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ട്രൈബൽ വില്ലേജെല്ലാം നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പോയി കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടെ വന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു വഴിയല്ല. കാരണം നമുക്കിവിടെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. വരുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ മഴയായതുകൊണ്ടാവുന്ന നമുക്ക് വീഡിയോസിനകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. നാളെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കാണിക്കാൻ പറ്റും. വൈകുന്നേരം ഇത്ര സമയം കഴിഞ്ഞാൽ ഇങ്ങോട്ട് കടത്തി വിടില്ല, കാരണം അത് ഡേഞ്ചറാണ്. കാരണം അത്രയും ആനകൾ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടക്കുന്നതും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെയുള്ള ആളുകളാണെങ്കിൽ പോലും വൈകുന്നേരം 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാറില്ല. ഇവിടെയുള്ള ഗസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തണം എന്നാണ് ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. സോ ആ ഒരു രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കുന്നൂരിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്ററോളം വന്നാലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറം എന്ന് പറയുന്നത് മുള്ളി, കേരള ബോർഡറാണ്. മുള്ളി, അട്ടപ്പാടി, ആനക്കട്ടിയൊക്കെയാണ്. അതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇനിയെല്ലാം നമുക്ക് വഴിയെ കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലെത്തി. ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പുള്ളി നല്ലൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നു പ്രോപ്പർട്ടിയെ പറ്റിയിട്ടെല്ലാം. അപ്പോൾ നല്ല കിടു ഫുഡ് തന്നിട്ടുണ്ട്. എല്ലാം ഒരു ഓതൻറ്റിക് രീതിയിലാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. മഡ് പ്ലേറ്റ്സിനകത്ത് ഫുഡൊക്കെ തന്നു. ചിക്കൻ ഉണ്ട്, പരിപ്പ് കറി, മുരിങ്ങക്കായ. സോ ദിസ് ഈസ് വൺ Veg curry, I think. This is, yeah, veg curry or something. Salad.
സാലഡ്, ദാൽ, chicken, ചിക്കൻ, drumstick. പിന്നെ നല്ലൊരു സൂപ്പ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിടു സൂപ്പായിരുന്നു. ഈ റിസോർട്ടിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അവരതിനെ അത്രയും നന്നായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രോപ്പർട്ടിയുടെ പച്ചപ്പാണെന്നുണ്ടെങ്കിലും അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും മരങ്ങളുള്ളതുകൊണ്ടും ഇത്രയും ചെടികളെല്ലാം അവർ സ്പെഷ്യലി വെച്ചതുകൊണ്ടും തന്നെ ഒരുപാട് ചെറിയ ചെറിയ കിളികൾ അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ചെയറിൽ പുറത്തിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ സൗണ്ട് കേട്ട് നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ റിസോർട്ടിൻ്റെ ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ഓരോ പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിലും ഒരു യൂണിഫോമിറ്റി എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം മഴ പെയ്തുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിക്ക് സ്വന്തമായിട്ടൊരു ചെറിയ വാട്ടർഫാളൊക്കെ ഉണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ വെള്ളം ഉണ്ടാവും. മഴ പെയ്യുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയും ഇതിൻ്റെ ചുറ്റുഭാഗവും കാണാൻ അത്രയും ഭംഗിയെന്നാണ് അവിടെ പറയുന്നത്. നൈറ്റ് നമുക്കുള്ള ഫുഡാണ് പാനിപൂരി. ആദ്യം ഒരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞത് അടിപൊളി പാനിപൂരി, ചോറ്, ഇഷ്ടു, പനീർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ട്രീറ്റ് ചെയ്യുന്നതിൽ ഇവർ അടിപൊളിയാണെന്ന് മനസ്സിലായി. ഈ പാനിപൂരി ഐറ്റംസ്, ചോറ്, കറി, ചപ്പാത്തി, അങ്ങനെ ഫുൾ ഐറ്റംസ് ഉണ്ട്. സോ വാട്ട് യു ഫീൽ അബൌട്ട് ദിസ് ഫുഡ്? It's good. Did you expect A lot of varieties, and especially I didn't expect the pani puri part. That's interesting here, especially at this place in the middle of the forest. Otherwise, they have chapati, curry, and all that. രാവിലെ എണീച്ചു, നല്ല കിടിലൻ സൺലൈറ്റാണ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രക്കിങ് പോകുന്നതിന് തീരുമാനിച്ചു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:15 തന്നെ സൺറൈസ് വരും, കാരണം അത്രയും പീക്കിലാണല്ലോ ഇരിക്കുന്നത്. ട്രക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രോപ്പർട്ടിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം. സോ ആ പ്രോപ്പർട്ടിയുടെ അപ്പുറത്തേക്ക് ഒരു ചെറിയ ട്രൈബൽ വില്ലേജ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അത്ര ഭീകരമായ ട്രക്കിംഗ് ഒന്നും അല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഫാമിലീസ് എല്ലാം വന്ന് പോകുന്നതാണ്. നമ്മുടെ ജീപ്പെല്ലാം പോകുന്ന വഴി തന്നെയാണ്, ഇവരുടെ ബൊലേറോ പോകുന്ന വഴിയാണ്. പക്ഷേ നമുക്ക് നടന്നു പോകണം, അപ്പോഴാണ് ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. നടന്നു പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മൾ വേഴാമ്പലിനെ കണ്ടു. പാർക്കിംഗ് ഡിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് മാനാണ്, അതിനെ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ നമ്മൾ ക്യാമറയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് പോവും. പിന്നെ അത് ഇത്തിരി ദൂരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ബൈനോക്കുലറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ കൂടെയൊക്കെ ജസ്റ്റ് കാണാൻ പറ്റി. ഇനി എന്തെങ്കിലും ക്യാമറയിൽ പെടുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കുന്നില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് ഉണ്ട്, കാട്, കിളികൾ, അത് മാത്രം. അത്രയും പീസ്ഫുള്ളാണ്. ഇതെല്ലാം ഇവരുടെ തന്നെ പ്രോപ്പർട്ടി കേട്ടോ. അവരുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ നടക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. രാവിലെ ക്ലിയർ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് മുള്ളംപന്നിയുടെ മുള്ള് വഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അണ്ണന്മാരൊക്കെ ഈ ഭാഗത്ത് അവിടേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സോ വി ക്യാൻ സ്പോട്ട് സംതിങ്, റൈറ്റ്? Yes, hopefully. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു അമ്പലമാണ്. ആ അമ്പലത്തിനകത്ത് ഇവിടെയുള്ള ട്രൈബൽസ് എല്ലാം പൂജ നടത്തുന്ന സ്ഥലമാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ മീൻസ് ഫോറസ്റ്റിനകത്ത് തന്നെയാണ്, മീൻസ് ഇവരുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെയാണ്. നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. കാലങ്ങൾ മാറുമ്പോൾ ആചാരങ്ങൾ മാറും, രീതികൾ മാറും, പലതും മാറും.
നമ്മളും മാറും. ഇപ്പോൾ ഒരു പ്ലാന്റേഷനാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിൽ കൂടെ നടക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാന്റേഷനായിട്ട് ഫീൽ ചെയ്യില്ല, ശരിക്കും ഒരു ഫോറസ്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്ഥലം അവർ കൊണ്ടു നടക്കുന്നത്. എന്നാൽ നടക്കുന്ന വഴിയെല്ലാം നല്ല ക്ലീനായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ പുള്ളി തന്നെയാണ് ഇതിൻ്റെ കെയർടേക്കറെല്ലാം. പുള്ളിയാണ് ഇവിടുത്തെ മാനേജർ. സോ പുള്ളി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ശരിക്കും വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ വന്ന് റിലാക്സായി ഈ പറഞ്ഞ പോലെ ചെറിയൊരു ട്രക്കിംഗ് എല്ലാം സേഫായിട്ട്, അതും ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടെ തന്നെ, അതൊരു നല്ല അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന വഴിയെല്ലാം അത്ര ഇപ്പോൾ ബാക്കിൽ നോക്കി അറിയാം എല്ലാം ക്ലിയറാണ്. നമ്മൾ പോകുന്ന വഴിയെല്ലാം അവർ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ജീപ്പ് പോകുന്ന വഴിയാണ്, അവരുടെ ജീപ്പ് തന്നെ ഇതിൽ കൂടെ പോകും. പക്ഷേ നമുക്ക് നടന്ന് കാണണം, എന്നാലേ നമുക്ക് വല്ലതും സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ നടന്ന് വന്നത്. ആനപ്പിണ്ടമൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വരുന്ന വഴി നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇവിടെ ആനപ്പിണ്ടമൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ വെള്ളക്കെട്ട് കാണുന്നില്ലേ, അവിടെ വെള്ളം കുടിക്കാനാണ് കൂടുതലും ഇവിടെ മൃഗങ്ങളെല്ലാം വരുന്നുണ്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആനകളെല്ലാം ഇവിടെ രാത്രി വരാറുണ്ട്. ഞങ്ങൾ റിസോർട്ടിലിരിക്കുമ്പോഴും ഒരു ആനയുടെ സൗണ്ട് കേട്ടു. പക്ഷെ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു, കാരണം അതൊരു ഒറ്റയാനാണെന്നാണ് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും അവിടെ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അത്ഭുതപ്പെടുത്താറുണ്ട്. ഇവിടെ എനിക്ക് അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സാധിച്ചില്ല. പക്ഷേ ഇവിടുത്തെ പ്രകൃതി, നേച്ചർ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ നല്ല വെയിലായിരുന്നെങ്കിൽ ഏകദേശം അരമണിക്കൂർ കൊണ്ടാണ് ഈ കോട മുഴുവൻ ഇറങ്ങി വന്നത്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഇവിടുത്തെ ട്രൈബൽ വില്ലേജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ അവരുടെ ഒരു ക്വാർട്ടേഴ്സ്, പിന്നെ കുറച്ച് വീടുകളൊക്കെയാണ് ആ ഭാഗത്തൊക്കെ ആയിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പോൾ നല്ല മണം, യൂക്കാലിപ്സിൻ്റെ മരങ്ങളാണ് ഇവിടെ മുഴുവൻ. കണ്ടില്ലേ, ഇവരുടെ പ്രോപ്പർട്ടിയുടെ ഒരു എൻ സൈഡാണ് ഈ അറ്റം എത്തി. ഇവിടെ ഫുള്ള് യൂക്കാലിപ്സ് മരങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ അവരുടെ ഒരു സ്റ്റോർ റൂമുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വില്ലേജാണ് ഇവരുടെ അല്ല, ഒരു ട്രൈബൽ വില്ലേജാണെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ ആ വില്ലേജിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഈ മൂപ്പർക്കാട് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഫാമിലീസ് ഉള്ളൊരു ട്രൈബൽ കോളനിയാണ്. അവിടെ അധികം വീടുകളൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അവർ സംസാരിക്കുന്ന ഭാഷയാണെങ്കിലും തമിഴാണെങ്കിലും അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല തമിഴ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ കൂടെ കണ്ടത് ഒരു അങ്കണവാടി മാത്രമാണ്, തമിഴ്നാട്. പിന്നെ കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് അടുത്തുള്ളൊരു ടൗൺ എന്ന് പറയുന്നത് കുന്നൂർ തന്നെയാണ്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ കോട വന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂടാൻ പോകുന്ന പോലെ തോന്നി. നല്ല ആംബിയൻസ്. നമ്മൾ രാവിലെ വന്നതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചപ്പോൾ ക്ലിയർ സ്കൈ ആയിരുന്നെങ്കിലും പിന്നീട് മൊത്തം കോട വന്നുകൊണ്ടിരിക്കുക, നിറഞ്ഞുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ഈ ഒരു വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങളിനി നോർമൽ റൂട്ടിൽ കൂടെ തിരിച്ച് റിസോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്നതാണ് ഈ കാണുന്നത്, കാട്ടി. അതൊരു പേരായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് സ്ഥിരമായിട്ട് അവിടെ വരുന്ന സംഭവങ്ങളാണെന്നാണ് അവിടുത്തെ മാനേജർ പറഞ്ഞത്. ഇതുപോലെ പലതിനും അവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ആ കാണുന്ന പ്ലാന്റേഷനകത്ത് തന്നെ. പക്ഷേ അത് എപ്പോൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാണാൻ പറ്റിയ ഭാഗ്യം. നമുക്കിവിടെ കാണുന്ന റൂംസ് എല്ലാം ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതിൻ്റെ റൂംസും അതിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം. അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂസ് ആണെങ്കിലും അത്രയും ഗംഭീരമാണ്. നമുക്ക് ശരിക്കും ആ ഒരു ഫോറസ്റ്റ് എസ്കേപ്പ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും ഇവിടെ വന്നാൽ. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആദ്യം തന്നത് ബീട്രൂട്ട് ജ്യൂസാണ്. അത് കുടിച്ചതും അത്രയും നേരം നടന്ന ക്ഷീണമെല്ലാം മാറി ഫ്രഷായി. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂ ഉള്ളൊരു റൂമാണ് കേട്ടോ. അവിടെ നിന്ന് കാണുമ്പോൾ ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് എല്ലാം നടക്കുമായിരുന്നു. വേറൊരു ഗസ്റ്റ് മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമാണ്. അതിൻ്റെ ഒരു ബാൽക്കണി ആണെങ്കിലും ഇവിടുന്ന് വ്യൂ ആണെങ്കിലും ആലോചിക്കുക. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നത് വൈഫൈയിൽ ഇവിടെ അവൈലബിൾ ആണ്. സോ എന്ത് രസമായിരിക്കും അല്ലേ, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഇവിടുത്തെ ഈ സ്റ്റേക്കേഷനും ഇവിടുത്തെ എൻ്റെ അനുഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു ഡെസ്റ്റിനേഷനുമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.